ഇവന്റെ എല്ലാം രണ്ടെണ്ണം വെച്ചോട്ടാ ചന്ദ്ര പാന്റ് നിനക്ക് എത്ര അണ്ടിയുണ്ട്? ഇവന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടോ? പുറത്തിറങ്ങിയത് അവിടെ നിക്കണ് അവരുടെ വണ്ടി എടുത്ത് പുറകെ വെടിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് നല്ല സ്ഥലത്ത് നടക്കണേ. ഗ്യാങ്സിന്റെ ബാക്കില് ഞാൻ എന്തേലും ഗ്യാങ്ങിന്റെ കാര്യം ചെയ്യാൻ പോകുമ്പോ താര കൂര പൂര എന്നൊക്കെ പറഞ്ഞ് എന്റെ അകത്ത് കിടന്ന് ചെയ്യല്ലേ. ഇത് ഗ്യാങ്ങിന്റെ കാര്യം സംസാരിക്കാനാണ്. എന്താണ് ഹലോ എന്താണോ നിങ്ങക്ക്? നമ്മൾ മഴ എൻജോയ് ചെയ്യും. ഇങ്ങനെ എന്താ ചന്ദ്ര അമ്മ വീട്ടിൽ പോണല്ലേ മഴയുണ്ട്. നമ്മൾ മുമ്പ് നിക്കണ ഇവിടെ. ചന്ദ്ര അവര് സത്യമായിട്ട് പറഞ്ഞു വിടും. ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഇങ്ങനെ പോയല്ലോ പുതിയ ഐഡിയ നോക്കണ്ട. ഇവരിതൊക്കെ എങ്ങനെ പറ്റണം? കൈകൊട്ട് കൊച്ചുവള ഇട്ട് കൈകൊട്ട്. നോക്കി അണ്ണന്റെ കാലൊക്കെ നോക്കി. എന്റെ കാലൊക്കെ നോക്കി. അതിന്റെ ചന്ദ്രനെ പോലെ നിക്കണം. എന്താ ഹലോ ദൈവം വെട്ടുകൊണ്ടി എത്തുപോയി. മന്ദാരം ഹലോ ഇമോട്ടിന് ഇത് കണ്ട അണ്ണ ഇമോട്ടിന് പെർഫെക്ഷൻ കണ്ടത് കണ്ട. ഇപ്പൊ ഞാൻ മഴ വെപ്പിക്കണേ. തന്നോ കണ്ണാടി ഊരാനല്ലേ പറഞ്ഞ ചന്ദ്രൻ. ഇത് മറ്റേ ഇതിലാണ് ഡിക്കൽസ് ആണ്. ഇത് എവിടോട്ടാ വലിച്ചിട്ടുണ്ട്? സ്റ്റാറിലോട്ട് സ്റ്റാറിലോട്ടോ? ഏറ്റവും താഴെ ഒരു സ്റ്റാറും തീയും. നിനക്ക് ഇത്ര മെനയൊന്നും വേണ്ട. ഞാൻ എല്ലാ ഈ രണ്ടെണ്ണം വെച്ചെടുത്തായിരുന്നു. ഡ്രോപ്പ് ചെയ്തല്ലോ. തന്ന് ചന്ദ്രന് തന്നു. എനിക്കൊന്നും കിട്ടില്ല. കൊള്ളാം. എടാ പാവടാ ഇവന്റെ എല്ലാം രണ്ടെണ്ണം വെച്ചോട്ടാ ചന്ദ്ര പാന്റ് നിനക്ക് എത്ര അണ്ടിയുണ്ട്? അല്ല ഇവന്റെ പ്രത്യേകതര ജീവിയാണെന്ന് അറിയാൻ വേണ്ടിട്ട്. ഏലിയൻ അല്ലടാ നീ? ചന്ദ്ര ഐഡിയ പറ തരാം. കൊള്ളാല്ലേ ക്ലാസ്? ചന്ദ്ര പാന്റ് ഇട്ടിട്ടില്ല, ജെട്ടിപ്പുറത്ത് ചന്ദ്ര പട്ടിത്തുടൽ പോലത്തെ ആ മാല എടുത്ത് അത് മാത്രം മാറ്റില്ല. അത് എന്റെ റിബലാണ്. എന്തിന് വൃത്തിയിടാന്ന് അറിയോ ആളിയത്? ക്ലാസ് ഇല്ലടാ ഇവിടെ. എന്ത് ചെയ്യാൻ പറ്റൂടാ? അവന് ഇവിടെ നിന്ന് കോള് പറയാൻ റെഡി കോൾ കൊടുത്താ പോലെ. അവൻ 2 കിലോമീറ്റർ അപ്പുറത്ത് പോകണോ? ഇതിന്റെ ആവശ്യമുണ്ടോ? നമ്മളെ വിളിക്കൂലേ ഈ വെയിലത്ത്, ഈ മുട്ട വെയിലത്ത് കൂട്ടാൻ പറ്റോ? ഈ വണ്ടിയല്ലോ കൂട്ടാൻ വണ്ടി ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും. ആരാടാ? മറ്റേ പി അണ്ണന്റെ പി ആയിട്ട് വരുന്ന കുട്ടി. അണ്ണന് പി എയാ? എന്താണ് പി എ ഇപ്പം? അല്ല നീ അണ്ണൻ ഇപ്പൊ പി എ വേണ്ട, നിനക്കൊരു പി എ വേണമെന്ന് പറഞ്ഞ നീ റിക്രൂട്ട്മെന്റ് നടത്താന്ന് പറഞ്ഞ ഹെലന്റെ അടുത്ത് പോയത്. നിനക്ക് എന്തിനാ പി എ? ഞാൻ പോയില്ല. ഏത് ഹെലൻ? കുട്ടിയൊന്നും പറഞ്ഞല്ലോ. ഞാൻ പോയില്ല ആരെടുത്തും. ഓ നീ അവളോട് പറഞ്ഞില്ലല്ലേ അങ്ങനെ? അല്ലല്ല അണ്ണാ ചന്ദ്രല്ല, പി ആർ ആകാശ പറഞ്ഞത്. പി ആർ ആകാശ പറഞ്ഞല്ലേ? ഓ സോറി ചന്ദ്ര കേട്ടോ. ചന്ദ്രന്റെ കാര്യം ഞാൻ അങ്ങനെ ആകാശമായി.
എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ ഇപ്പൊ അല്ല നിനക്ക് എടാ ഞാൻ ഇവിടെ നിനക്ക് എന്താ ആവശ്യം ചന്ദ്രള? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ബാക്കിയുള്ള ഗ്യാങ്സിനെ കുത്തുക, പെട്രോൾ പമ്പ് പിടിച്ചിടുക, പോയി മറിഞ്ഞു വീഴുക, പീഡിയുടെ വണ്ടി എടുക്കുക, ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ എന്തിനാണ് ഒരു ഇത്? ലോൺ എടുക്കണ്ടേ അണ്ണാ? നീ എന്താ ചെയ്യുന്ന ഇവിടെ സത്യം പറഞ്ഞ? ഇതിനൊക്കെ ഒരു ലോൺ എടുക്കണ്ടേ? ലോണോ? ഇതിനൊക്കെ ലോൺ അടക്കണ്ടേ? ഇതിന്റെയൊക്കെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിട്ട്. ലോൺ അടയ്ക്കാൻ എന്തിനാണ് പി എ? അതിന്റെ കണക്കും കാര്യങ്ങളും നോക്കുവാനുണ്ട്. പി എ എന്നാ പിന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് സി എ വെച്ചാ പോരെ, എന്തിനാ പി എ? ആണല്ലേ, ഞാൻ അങ്ങനെ ചെയ്യണം അണ്ണൻ പറയുന്ന പോലെ. മന്ദാരത്തിന് വാക്കിംഗ് സ്റ്റൈൽ ടഫ് ഗൈഡ് നോക്കട്ടെ. ചന്ദ്ര ഇത് ഓൾറെഡി മുന്നേ പറഞ്ഞു വെച്ചായിരുന്നേ കുട്ടീനോട്. ആ കുട്ടി എപ്പോ വന്നാലും ചോദിക്കേ. വേറെ കാര്യം എന്റെ അച്ഛൻ മൂന്നാമതൊന്ന് പെറ്റു, അതിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിരുന്നു. ടഫ് ഗൈ ഒന്നും ഇല്ലടാ ഇതിനകത്ത്. അറഗന്റ്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെറുപ്പലാണ്. അണ്ണത് ബിൽഡിങ്ങിന് വലിഞ്ഞു കയറി അപ്പുറത്തിറങ്ങി. അപ്പുറത്തിറങ്ങി. ഇവന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടോ? അപ്പുറത്തിറങ്ങി അണ്ണത് അവിടെ നിക്കണ്. അവരുടെ വണ്ടി എടുത്ത് ഇവന് സത്യമായിട്ട് പോയിട്ട് ഒന്നും കിട്ടത്തില്ല. ചന്ദ്ര ഒരു പ്രശ്നം ഉണ്ടാക്കുക. ചന്ദ്ര എന്താ പുറകെ വെടിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് നല്ല സ്ഥലത്തിന് നടക്കണേ. ഗ്യാങ്സിന്റെ ബാക്കില് അവരെന്നെ നോക്കുന്നുണ്ടോ പുറകെന്ന്? ഞാനൊരു കാര്യം പറഞ്ഞെ, ഇങ്ങനത്തെ കഴിയൊക്കെ കാണിച്ച് ഗ്യാങ് സസ്പെൻഷൻ ഒക്കെ കിട്ടും ചന്ദ്ര. ഇപ്പൊ ഗ്യാങ് സസ്പെൻഷൻ കിട്ടി എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മള് ഫൈനും കൊടുക്കണം, പിന്നെ അവര് പറയുന്ന ഹീലിങ്സ് ഗ്രൈൻഡ് ചെയ്തും കൊടുക്കണം, എന്നാലും സസ്പെൻഷൻ മാറും പോലും. ഞാൻ പോയതാണ് പാർക്കർ പോയത് വഴി. ഇതൊക്കെ ഞാൻ കണ്ടു അണ്ണ വരുന്നുണ്ട് അവിടെ. ഞാനില്ല. അതാണ് ജസ്റ്റ് ഞാൻ കാണിച്ചത്. കോ ലീഡർ മൊണ്ണേന്നുള്ള ഓൾറെഡി ഇംപ്രഷൻ ആയി അവർക്ക്. എന്റെ ഇവിടെ കളയാ ഞാൻ ഇനി. ഇതിനാണല്ലേ നമുക്ക് 11:30 വരണം, അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. 12:30 ആയ സമയം. എന്നോട് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. 10 മിനിറ്റ് ആയി ഇവിടെ വന്ന് നിൽക്കുന്നു. 15 മിനിറ്റ് ആയി ഡ്രസ് മാറണം. എന്താ പറയാനെന്ന് പറ. ഇവര് നമ്മളെക്കാട്ട് മുന്നെയാണ് കേട്ടോ. അത് CM ആണ് ആ സൈഡ് ഇരിക്കുന്നത്. ആർക്കറിയാം. നമുക്ക് വേണം ഫ്രണ്ടിലോട്ട് കേറിക്കാം. വാ വാ വാ. ഞാനിങ്ങനെ ബീവറേജിന്റെ ക്യൂലൊക്കെ ഇങ്ങനെ തള്ളി കയറണം. എന്താടാ ഞാൻ എന്തേലും ഗ്യാങ്ങിന്റെ കാര്യം ചെയ്യാൻ പോകുമ്പോ താര കൂര പൂര എന്നൊക്കെ പറഞ്ഞ് എന്റെ അകത്ത് കിടന്ന് ചെയ്യല്ലേ, എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കല്ലേ. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇപ്പോഴേ പറയാണ് ഗൈസ്, എനിക്ക് 24 മണിക്കൂർ പെണ്ണുങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അത് കേറുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ദിവസം ചെയ്യുമ്പോ ചെയ്യാം. താരെ വിളി, ഹെലനെ വിളി, അവരെ വിളി. എന്നെ കൊണ്ട് അത് നടക്കത്തില്ല. കപ്പിൾ RP മാത്രം സ്ട്രീം ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് എന്റെ ഗ്യാങ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇന്ന് ഗ്യാങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തത്. 24 മണിക്കൂർ കാൾ താര ഇതൊന്നും പറഞ്ഞോണ്ടിരിക്കണം. ഇത് ഇന്നും എല്ലാം നടക്കുവോ? അതൊരു സക്കീറോ ഗണ്ണ് മാറ്റണ്ടേ? ആ ഗണ്ണ് നമുക്ക് ഇവിടെ വരും. ആരുടെ കേജ് വട്ടം കളിക്കാൻ
ഇത് ഗ്യാങ്ങിന്റെ കാര്യം സംസാരിക്കാനാണ്. നമ്മളെ പെട്ടെന്ന് അകത്ത് കയറ്റാൻ പറ്റുമെന്ന് അറിയണ്ടേ? ഹലോ. ലൂസിയ, ഞങ്ങളെ പറഞ്ഞോ. പുറത്ത് നിപ്പുണ്ട്. ലൂസിയ അകത്തുണ്ടോ? അല്ല, ആക്ച്വലി ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് അല്ല. ഞാനവിടെ ജസ്റ്റ് അവിടെ എനിക്കിന്ന് അങ്ങോട്ട് വരാൻ പറ്റൂല. ആണോ? ലൂസിയക്ക് ഇവിടെ ഞങ്ങള് ബാക്കിലിരുന്ന് ബാക്കി കാര്യങ്ങള് പേഴ്സണൽ റെക്കമെൻഡേഷൻ ചെയ്ത് ഞങ്ങളെ ഒന്ന് അകത്ത് കയറ്റാൻ ചോദിക്കും. ഞങ്ങള് കൊറേ നേരമായിട്ട് ഇവിടെ നിക്കുവാണേ. ഞാൻ ഒരു 5 മിനിറ്റ് സമയം ഞാനിവിടെ ആൾക്കാരെ ഒന്ന് വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ ലൂസിയ, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ജന്മോടെ ഇത്. എല്ലാം മറന്ന് പറക്കണം, ഒന്നിച്ച് നമുക്ക് കറങ്ങണം. എങ്ങനെ പറ്റുന്ന ചന്ദ്ര നിനക്ക്? എനിക്കൊരു എൻജോയ്മെന്റ് ഇവിടെ, ത്രില്ലിംഗ് ഇല്ല ഇവിടെ. മരണ വീട്ടിലൊക്കെ പോയി ഇങ്ങനെയാണോ നിക്കാറ്? മൂഡ് ബുദ്ധി പോയ ചന്ദ്ര, സത്യം. അണ്ണ പോയി ചോദിച്ചാണോ? ഇല്ല, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ വിളിക്കും. എല്ലാം വിളിച്ചു. ലൂസിയനെ വിളിച്ചല്ലേ? ലൂസി വിളിച്ചു. മന്ദാരം, ആ കണ്ണാടി മാറ്റുവോ? നമ്മള് രണ്ടുപേരും ഒരേ കണ്ണാടിയായി പോവൂലേ? മാറ്റാം. വേറെ കണ്ണാടി തരാം. നിന്റെ ഐഡി പറ. 1279. 1279. ഈ കണ്ണാടി വെച്ചോ. മതി. ലൂസി വിളിക്കുന്നത്. ഹലോ. പറ ലൂസിയ. ഞാൻ ആക്ച്വലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കരളിൽ ഇപ്പം നിങ്ങളുടെ സാധനങ്ങളും ബാക്കി എല്ലാവരുടെ ആണെങ്കിലും ഇപ്പൊ ഗൺസും ബാക്കി കാര്യങ്ങളല്ലേ അവര് തരുന്നത്. അപ്പൊ ഏകദേശം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് സാധനങ്ങളാണ് അവിടെ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അത് സെപ്പറേറ്റ് ആക്കിയിട്ട് എല്ലാം സെപ്പറേറ്റ് ആദ്യം കുറച്ച് ഡിലേ ആയതുപോലെ അതാണ് കാരണം സെപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പം നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ടൈം സ്ലോട്ട് തന്നേക്കുന്നതിന് മുമ്പേ ഉള്ള ഫാമിലി മെമ്പേഴ്സ് വരും ലേറ്റ് ആയിട്ടാ വന്നത്. അപ്പം നിങ്ങൾ കറക്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് അവര് അവിടെ വെയിറ്റ് ഇതായിരുന്നു, ലൈക്ക് സ്ലോട്ട് പറഞ്ഞു വെച്ചേക്കുമല്ലേ. അപ്പൊ അവിടെ ഇങ്ങനെ തീർത്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്, മേ ബി ചിലപ്പം കൊണ്ടുപോയിരിക്കും. എനിക്കാലും പറയുന്നതിനുള്ള ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം പറഞ്ഞിട്ടുണ്ട്. ഏയ് ഇല്ല. എനിക്ക് പണ്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, സൂസൻ. സൂസന്റെ അതേ ശബ്ദമാണ് ലൂസിയക്ക്. അല്ല, സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഞാൻ. അതിനുശേഷം ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ വേറൊരാൾക്ക് കേട്ടിട്ടില്ല. മേ ബി സൂസൻ എന്ന് പറയുന്ന ചേച്ചി ചിലപ്പം ചേട്ടൻ മനസ്സിൽ കാണും, ചിലപ്പോ അതുകൊണ്ടൊക്കെ തോന്നിയാവാം. അല്ല, അതിനുശേഷം എത്രയോ പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു, എത്ര പേരടുത്ത് സംസാരിച്ചിരിക്കുന്നു. അവരോടൊന്നും ഇങ്ങനെ ഒരു ഇതെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ശബ്ദത്തിന് ഭയങ്കര സിമിലാരിറ്റി. എന്തായാലും കാണാം ലൂസി, എന്തായാലും പരിപാടിക്കൊക്കെ വരുമ്പോ കാണാം. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. വിളിച്ചാൽ ഞാൻ എന്തായാലും അവൈലബിൾ ആയിരിക്കും. ബിസിനസ്സും അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും എന്നോട് സംസാരിച്ചേ വരത്തുള്ളൂ. കാരണം ബിസിനസിന്റെ ഹെഡ് ഞാനാണ്. അപ്പം എന്നോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് സംസാരം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും മീറ്റിംഗ്സും കാര്യങ്ങളെല്ലാം നേരിൽ കണ്ട് സംസാരിക്കും, എല്ലാം ചെയ്യേണ്ടി വരും. ഞാൻ എന്തായാലും അവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, അവര് മിക്കവാറും വിളിക്കുമായിരിക്കും എന്താന്നുള്ളത്. ഓക്കെ. സൂസന്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് സിമിലാരിറ്റി തോന്നിയില്ല? സീരിയസ് ആയിട്ട് ഞാൻ തമാശ അല്ല, സീരിയസ് ആയിട്ട് തോന്നിയില്ല? സൂസന്റെ സൗണ്ടിന് ഒരു സിമിലാരിറ്റി ഉണ്ട് ഈ കൊച്ചിന്റെ സൗണ്ടിന്. ഇല്ല, ഈ ലൂസിയുടെ സൗണ്ടിന് ഇല്ല. ഉണ്ടറാ. ഹലോ.
ഞാൻ മിസ്റ്റർ എക്സിന്റെ ആളല്ലേ, കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ ഏത് ഫാമിലിയാണ്? കുറച്ചുനേരം. ഓ ഞങ്ങള് ടി വി. ഓ അതെ. ഞങ്ങൾക്ക് 11:30 തന്നിരുന്ന സ്ലോട്ടായിരുന്നു. ഞങ്ങക്ക് 11 മണിക്കായിരുന്നു, അല്ല 10 മണിയായിരുന്നു. ഓ ആണല്ലേ. ഓ അപ്പൊ ഇവരെ വിളിച്ചിട്ട് നമ്മളെ വിളിക്കുള്ളൂ. എന്താ ഹലോ, ഇവരെന്തൊക്കെ പ്രശ്നമല്ലേ? ചാറ്റൊക്കെ ചക്കല്ലോ. ഇല്ലല്ലോ. ഓക്കെ ഇവര് 10 മണിക്ക് എന്തോ ഇവരുടെ സ്ലോട്ട് ആയിരുന്നു. നമ്മുടെ 11:30. അതാണ് പറഞ്ഞ അണ്ണ ഇങ്ങോട്ടോ എന്നോടാ. ചന്ദ്രൻ അടിച്ചു വന്ന് കാത്തിച്ചു കേട്ടോ. ഞാൻ അപ്പഴേ ഇഞ്ഞു പോരുത്. എടാ കൊട ഉണ്ടോ? കൊട ആ അണ്ണ കൊട. ഒരു കൊട എടുത്ത് പിടിക്കാമല്ലോ. നനയാ കോട്ടൊക്കെ നനഞ്ഞ്. ഇത് പോസ്റ്റ് ആണല്ലോ കേസ്. ഇത് അതെയോ? അണ്ണ ഇതിപ്പോ ഇത് നാളെ പുലർച്ചെ 3 മണി വരെ നിൽക്കേണ്ടി വരും. ഇത് എന്തൊരു കഷ്ടമാടാ ഇത്. അണ്ണാ കൊട എടുത്തേ. എന്തിന്? മഴ പരിഹാരണ്ട. ഞാൻ കൊടയുടെ അടിയിലാ നിക്കുന്നെ. അപ്പൊ ഉംബ്രല്ല വരും. എന്നാ ഡീലേ തോക്ക് തന്നു വിടുവല്ലേ വേണ്ടു? എന്താടാ? അല്ല തോക്ക് തന്നു വിടാനല്ലേ വേണ്ടു? വണ്ടിയിൽ ഓൾറെഡി നടത്തി വെച്ചു. എന്ത് ആർച്ച് പിടിച്ചിരിക്കുമല്ലോ നമ്മള്. മുത്തപ്പന് കുട പിടുത്തം. അവിടെ ഇങ്ങനെ പിടി. എന്താണ് നമ്മള് കുറച്ച് വെറൈറ്റി ആയിരിക്കണം, മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ. നിങ്ങള് തന്നെയല്ലേ അപ്പൊ? എനിക്കത് വിഷമാവൂലേ? നമുക്കത് കുഴപ്പമില്ലല്ലോ. നമ്മള് മഴ എൻജോയ് ചെയ്യും. ഇങ്ങനെ എന്താ ചന്ദ്ര നിന്റെ പ്രശ്നം? എന്തിനാ മഴ? നമ്മളെ ഉമ്പിക്ക് വിളിച്ചു ചേർത്തേട്ടാ നേരത്തെ. വല്ല കാര്യം ഉണ്ടായവന്മാർക്ക് നമ്മളെ മഴയത്ത് കൊണ്ട് നിർത്തേണ്ട. സത്യം. ഞാൻ പുറത്തേക്കുന്ന പൊലാടി എടുത്ത് വെച്ചിട്ട് ഇവരിപ്പോ വാ തുറന്ന തെറിയാണ് കേട്ടോ ഈ ചന്ദ്രൻ. അതിപ്പോ അവര് വലിയ കേട്ടിട്ട് തീർന്നു. അപ്പൊ നാളെ തൊട്ട് ഗ്യാങ് ആക്ടിവിറ്റി ആണല്ലേ ഇവിടെ? ലിറ്റിൽ നൈറ്റ്മെയർ 2 ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ലിറ്റിൽ നൈറ്റ്മെയർ 2 കളിക്കാൻ പോണം. രാത്രി ഉറക്കമില്ലാത്തവരൊക്കെ ഇരിക്കും. നമുക്ക് ഇന്ന് ലിറ്റിൽ നൈറ്റ്മെയർ 2 കളിച്ചു തീർക്കാം. DC അപ്പൊ ഇന്ന് DC നോക്കുന്നേ പറഞ്ഞു. ഇപ്പൊ വിളിക്കാം. ഇപ്പൊ വിളിക്കാം. നമുക്ക് ഹീലിംഗ് വന്നില്ലല്ലോ. അറിഞ്ഞൂടാ.
എന്റെ ജോബുണ്ട്, നാളെ ക്ലാസ് ഉണ്ട്. നാളെ ക്ലാസ് ഉള്ളവരൊക്കെ ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോ. രാവിലെ ഇവിടെ ഉണ്ടാവും, ലൈവ് ഇവിടെ ഉണ്ടാവും. ഇത് അവള് മേടിച്ചു വെച്ച ഫ്രൂട്ടിയാണ് കേട്ടോ. എന്നെ കുറച്ച് കഴിയുമ്പോ അലക്കും. 8 hours ഉണ്ടാവും. അയ്യോ അത്രയൊന്നും ഉണ്ടാവില്ല, കുറച്ചു നേരം ഉണ്ടാവും. അണ്ണാ അത് ഹൊറർ ഗെയിം ആണോ? ആ അല്ലല്ല, ഹൊറർ എന്നല്ലടാ, അതിനകത്ത് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫുഡും വാട്ടറും ഇല്ല എൻ്റെ കയ്യില്. ഫുഡും വാട്ടർ എവിടെ? അയ്യോ എടാ, ഫുഡ് എന്തെങ്കിലും ഉണ്ടോ മന്ദാര കയ്യില്? എന്റെ ഉണ്ട് കിട്ടി. ഓ ഇത് ഇച്ചിരി കൂടുള്ളല്ലേ. വല്ല കാര്യമുണ്ടോ അമ്മമാരുടെ അടുത്തൊക്കെ പോയി വലിയ കയറി പോകേണ്ടത്? അവരെ ഒന്ന് വിളിക്കൂലേ? അമ്മ വീട്ടിൽ പോണല്ലേ, മഴയുണ്ട്. നമ്മള് മുമ്പാ നിക്കണ ഇവിടെ. ചന്ദ്ര അവര് സത്യമായിട്ട് പറഞ്ഞു വിടും, ഞാൻ സീരിയസ് പറയാ. സത്യല്ലാണ്, അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടനാണ് കിടന്നത്. ഇങ്ങനെ പോയല്ലോ, പുതിയ ഐഡിയ നോക്കണ്ട. ഇവരിതൊക്കെ എങ്ങനെ പറ്റണടാ? ഒരു കോലീഡറുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണോ മന്ദാരം ഇതൊക്കെ? ഇവൻ ഞാനേ ഐഡിയ ഉണ്ട്. അടുത്ത എന്തോ തലാടി കാണിക്കാൻ പോകട്ടോ. അവരാരൊന്ന് വെടിവെച്ചിട്ടടാ കാണിക്കുന്ന. നിന്നെ മാറ്റിയിട്ട് മന്ദാരത്തിനെ കോലീഡർ ആക്കിയാലോന്ന് വിചാരിക്കുക. നിനക്ക് കുരങ്ങ് വരുമല്ലോ വന്നതാണോ മന്ദാരത്തിന് കോലീഡർ? മറ്റേ ഇതിലുണ്ടല്ലേ നമ്മുടെ ഈ ഗ്യാങ്ങിലില്ലേ, നമ്മുടെ മറ്റേ കമാര നമ്പേരില്ലേ, കമാര നമ്പേരുടെ ഗ്യാങ് ഇപ്പൊ ചേർന്നാണ്. കമാരനൊക്കെ ഇപ്പൊ കിടലം പ്ലെയറാ, നിനക്ക് അറിയാത്തോണ്ടാ കേട്ടോ ചന്ദ്ര. അതാന്ന് പറഞ്ഞ കമാരിന്റെ കൂടെ ചേർന്നാണ് നല്ലത് പറഞ്ഞത്. അവൻ കിട്ടുന്ന പ്ലെയർ ആയുണ്ട്. എന്നൊക്കെ പിന്നെ കാര്യം കോലീഡർ ആക്കുവോ? അവന് അതിനുള്ള പക്വത ഉണ്ടോ? അണ്ണ തന്നെ പറ, അതിനുള്ള പക്വത ഉണ്ടോ? എന്റെ അത്ര ഇല്ല, അത് ഇല്ല. ചന്ദ്രന്റെ അത്ര എന്തായാലും ആയിരിക്കും ഇല്ല പക്വത. ഹോൾഡ് ഇ ടു സെലക്ട് പ്രിവ്യൂ. ഇതെങ്ങനെയാണ്? ഇതെങ്ങനെ മനസ്സിലാവണില്ല. ഇതിന്റെ പ്രിവ്യൂ എങ്ങനെ കാണുന്നേ? ഇതെന്താ BBQ ഫീമെയില്? ബീച്ച് ബാഗ്. ബൂം ബോക്സ് 2. അയ്യേ ശുംഭഗ്നി. കൂരപ്പുറത്തോ? ഇവിടെ ഇവിടെ രൗദ്രഭാവവുമായി മൂർത്തിയുടെ പേര് എന്താ? അണ്ണ ഇവിടെ ഇവിടെ
മാനസികമായിട്ട് എന്തോ തകരാറുണ്ടോ അവന്? അമർത്തി നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതെ, ഹലോ. ചന്ദ്ര നീ ഞങ്ങളോട് ഡീൽ ചെയ്തോടാ, നീ പോയിട്ട് വാടാ. അണ്ണാ വന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു? അതെങ്ങനെ ഉണ്ടായിരുന്നു? aiming to angry. Scenarios, walking style. എന്താ നേരം നീ കരയുന്നു? നീ ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞു, നമ്മളെ ഗണ്ണിൽ ഓടിയിരുന്നു. കൈകൊട്ട് പെണ്ണെ കൈകൊട്ട് പെണ്ണെ കൊച്ചുമ്പളയിട്ട് കൈകൊട്ട് പെണ്ണെ കൈകൊട്ട് പെണ്ണെ കൊച്ചുമ്പളയിട്ട് കൈകൊട്ട് നന്ദിരിക്കുട്ടിക്ക് മാറ്റുന്നോട്ടുണ്ടായ കല്യാണം പാദസരം വേണം, തകില് വേണം, പിന്നെ ആശാചേട്ടന്റെ പാട്ട് വേണം. പാദസരം വേണം, തകില് വേണം, പിന്നെ ആശാചേട്ടന്റെ വേണം. വേറെ മാസാണ്. നിന്റെ അടിയാന്ന് എനിക്ക് കിട്ടിയ ഇരുന്ന് ഇറങ്ങി കളിക്കുന്നത്. സൂപ്പർ ജോഗ് ജോഗ് വരുന്നത് വരെ എക്സസൈസ് ഒക്കെ ഉണ്ട്. നീൽ ഇത് വേറെ ആട്ടോ. ലുക്ക് ഔട്ട് എന്താ വണ്ടികളാണ്? ലുക്ക് ഔട്ട് മെയ്ഡ്. ഇതാണ് ഓർത്ത് വെച്ചേട്ടാ. ആരെങ്കിലും കക്കൂസ് എഴുതാൻ പറയുവാണ് ഇവിടെ ഇമോട്ടിന്റെ പേര് മെയ്ഡ് എന്നാണ് കേട്ടാ, ഓർത്ത് വെക്കണേ. അത് ചന്ദ്രനൊക്കെ ആവശ്യം വരും. മെഡിക് മെഡിക് എന്ന് പറയുമ്പോ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ ടർഫ് കഴിക്കുമ്പോ നമ്മൾ ഇതെല്ലാം ഇടണേ. പിന്നെ അല്ല W ആയിരുന്നു കേട്ടാ. പ്രോസ്റ്റിറ്റ്യൂട്ട് ഹൈ ക്ലാസ്, പ്രോസ്റ്റിറ്റ്യൂട്ട് ലോ ക്ലാസ്. നോക്കി അണ്ണന്റെ കാലൊക്കെ നോക്കി, എന്റെ കാലൊക്കെ നോക്കി. അതിന്റെ ചന്ദ്രനെ പോലെ നിക്കണം. ഇതൊക്കെ എന്തൊരു ഇമോട്ടർ ഇതൊക്കെ. നീ ഒന്ന് ഉറങ്ങണം എന്നാ, സൺബാത്തിട്ട് ഒന്ന് ഉറങ്ങാൻ. അങ്ങനൊന്നും പറ്റൂല കേട്ടോ. റെക്കോർഡ്. അയ്യോ അയ്യോ എടുക്കുന്നേ. അയ്യോ മാറുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? അയ്യോ ഇതാര്? അതെ നിങ്ങടെ വൾച്ചർ കഴുകി ഇതെങ്ങനെ എടുത്ത് കൈ പിടിച്ച്? വൾച്ചർ എടുത്തേ. ഇതെന്ത് പ്രോപ്സിലോ? ആ പ്രോപ്സിൽ ഏറ്റവും ബാക്കിലോട്ട് 312. എനിക്ക് പ്രോപ്പ് ഇല്ല ഇപ്പൊ, സെനാറിയോസ് എന്നേ ഉള്ളൂ. എന്റെ വത്സര എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ലടാ പ്രോപ്പ് ഇമോട്ട് ഒന്ന്. F5 വെക്കണം അതില് സെർച്ചില്. എടാ നിനക്ക് ഇതുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ? നിനക്ക് വത്സര പിടിച്ചോണ്ടിരിക്കാൻ പറ്റുന്നത് അണ്ണന് പറ്റും. ഇതുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ? വത്സറിനെ പിടിച്ചിട്ട് നോക്കിയേ. എന്താടാ ബാലൻസ് ചെയ്യണം, ഇച്ചിരി പാടാണ്. ഈഗിൾ ഇല്ലടാ, ഈഗിൾ ഇല്ല. ഈഗിൾ ഉണ്ടോടാ? എക്സ്ക്യൂസ് മീ മിസ്റ്റർ കന്ദസ്വാമി. അവസാനം മിസ്റ്റർ എക്സിന് കുറച്ച് സാധനങ്ങൾ കൂടി കൊടുക്കാം. വന്നല്ലേ ഒരു വഴിക്ക്. ഇത് ഭയങ്കര ഇമോട്ട് ഭയങ്കര അടിപൊളിയാക്കിയടാ. ഇത് കണ്ടാ ലൈക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മൂവിങ് ആവുന്നുണ്ടോ സാധനങ്ങള്? കണ്ടാ
മൂവിങ് ആവുന്നു. ഷോപ്പിംഗ് ബാഗിൽ കയ്യിൽ മൂവിങ് ആവുന്നുണ്ടോ? അത് നേരത്തെ ആവുമല്ലോ. ഇല്ല നേരത്തെ ആവത്തില്ലായിരുന്നു. എടാ നമ്മൾ എത്ര നേരമായടാ വന്നിട്ട്. സോറി ഗൈസ്, നിങ്ങൾ ബോസ് ആണെന്ന് എനിക്കറിയാം. നമുക്ക് അന്ന് ആരെ വിളിച്ചല്ലോ, ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. എന്താ ഹലോ ദൈവം വെട്ടുകൊണ്ടി എത്തുപോയി. മന്ദാരം ഹലോ ഇമോട്ടിന് ഇത് കണ്ടാ അണ്ണ, ഇമോട്ടിന് പെർഫെക്ഷൻ കണ്ടത് കണ്ടാ? എനിക്ക് മേ ബി ഞാൻ അവിടെ കാണും. നിങ്ങൾ റെഡിയാണോ? 1 hour ago. ഓക്കെ തീർന്നുണ്ടായിരുന്നു. പിന്നെ അണ്ണ പേടിച്ചില്ലൊന്ന്. ആടാടാ ഇവൻ. എത്ര സമയാണ്? നിന്റെ നെഞ്ചത്തെ കോടാലി ഇപ്പോഴും ഇരിക്കുവാണേ. എന്റെ പോയി. ഉണ്ട്, നിനക്ക് കോടാലി ഇപ്പോഴും ഉണ്ട്. കോടാലി ഉണ്ട്, ചോരയുണ്ട് നിന്റെ ദേഹത്ത്. എന്റെ എല്ലാം പോയി. അമ്മേ ഓ, ഇങ്ങനൊന്നും സംഭവിച്ചിരുന്നെങ്കിൽ. ഞാൻ മഴ വെപ്പിക്കണേ. ഇവര് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടോ ചന്ദ്രന്? അയാളുടെ മുഖത്ത് പോയി കാശറിയാണ്. നിങ്ങള് ഫോൺ നമ്പർ ഒന്ന് കണ്ണു വെച്ച് ഷെയർ ചെയ്യാമോ? അണ്ണാ 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 ഒന്ന് കണ്ണു വെച്ച് ഞാൻ കാശ് പറത്തിക്കൊണ്ടിരിക്കുക. എന്റെ ഗെയിം സ്റ്റക്കായി പോയി ഗൈസ്. എന്താ ഗെയിംസ് ഒക്കെ ഹലോ ഹലോ പറഞ്ഞോ ബ്രോ. കേക്കാം. സാറിന്റെ കാശ് വാർത്ത മറ്റേത് ഹലോ സാർ ഒന്ന് കണ്ണു വെച്ച് ഷെയർ ചെയ്യാമോ? ഓക്കെ വേറെ ആരും ഇല്ല. ബ്രോ കോലി പെണ്ണ് ഇല്ലല്ലേ, ചുമ്മാ അല്ലല്ലേ വിരുക്കം നീട്ടിട്ട്. ഹലോ ഹലോ ഡാലിയ. ഹലോ ആ അല്ലേ അറിയാൻ കണ്ടു. ടിവിയില് തേർഡ് മെമ്പറിന്റെ ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? എവിടെ ഇത്ര നാള്? ഓക്കെ സാർ, ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇതൊന്നും വെച്ചാൽ എന്തുകൊണ്ട് നമ്മള് കണ്ടുമുട്ടിയില്ല? സാറിന്റെ കയ്യിലിപ്പോ ടയർ, കോടാലി, ഒരു ടൂൾ ബോക്സ്. അത് നീ ഫുൾ ടൈം നിന്റെ ഭാര്യയുടെ കൂടെ അല്ലായിരുന്നു? അലീനയുടെ കൂടെ വെളിയിലിറങ്ങിയാലല്ല കണ്ടുവിട്ടുള്ളൂ അവരായിട്ടൊക്കെ. ഓ ചന്ദ്രന്റെ ഭാര്യ അലീന.
എന്താ ഭാര്യയില്ല നീക്ക് ഓ വിളിക്കുന്നു വന്നോളൂ ചന്ദ്ര ഇപ്പൊ വരാം മോളെ പോയിട്ട് ലിയോ വെരിഫൈ ചെയ്തിട്ടുണ്ടേ